الحمد لله وحده والصلاة والسلام على من لا نبي بعده. صحيح ترغيب وترهيب كتاب الصلاة അടുത്ത ഫസൽ الترغيب في كثرة الجماعة. ജമാഅത്ത് നിസ്കാരത്തിന് ആളുകൾ കൂടുന്നതുമായി ബന്ധപ്പെട്ട് അതിന് പ്രോത്സാഹനം നൽകുന്നത്. അതായത് ഒരു ജമാഅത്ത് നിസ്കാരത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പങ്കെടുക്കുക, അല്ലെങ്കിൽ ആളുകളുടെ എണ്ണം കൂടുതലുള്ള ജമാഅത്ത് നടക്കുക, അതിന് ശ്രേഷ്ഠതയും അതിന് പ്രോത്സാഹനവും നൽകുന്ന ഹദീസുകളാണ്. عن أبي بن كعب رضي الله عنه قال صلى بنا رسول الله صلى الله عليه وسلم يوما الصبح. ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കൊണ്ട് സുബ്ഹി നിസ്കരിച്ചതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമായി നിന്ന് ഫജ്ർ നിസ്കരിച്ചു. ഫഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അശാഹിദുൻ ഫുലാൻ, ഇന്നാൽ ഇന്ന ആള് നിസ്കാരത്തിൽ പങ്കെടുത്തിരുന്നോ? നിസ്കാരം കഴിഞ്ഞപ്പോൾ സഹാബികളോട്. ഖാലൂ ലാ, സഹാബികൾ പറഞ്ഞു ഇല്ല. ഖാല അശാഹിദുൻ ഫുലാൻ, വീണ്ടും ചോദിച്ചു, ഇന്നാലുള്ള ആള് വേറെ ഒരാളെ പറ്റിയിട്ട് ചോദിച്ചു, ഇയാള് നിസ്കാരത്തിനുണ്ടായിരുന്നോ? ഖാലൂ ലാ, സഹാബികൾ പറഞ്ഞു ഇല്ല എന്നുള്ളത്. ഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഹാതൈനി സ്വലാത്തൈൻ അസ്ഖലു സ്വലവാതി അലൽ മുനാഫിഖീൻ, ഈ രണ്ട് നിസ്കാരങ്ങളാണ് മുനാഫിഖീങ്ങളുടെ മേലെ ഏറ്റവും അധികം ഭാരമുള്ളത്, ബുദ്ധിമുട്ടുള്ളത് എന്ന് പറഞ്ഞു. അതായത് ഇശാഇനെയും ഫജ്റിനെയാണ് ഉദ്ദേശിക്കുന്നത്. വലൗ തഅലമൂന മാ ഫീഹിമാ ലഅതൈതുമൂഹുമാ വലൗ ഹബ്വൻ അല റുകബ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ രണ്ട് നിസ്കാരത്തിൽ എന്താണുള്ളത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, അതിന്റെ ഫളലും അതിന്റെ ശ്രേഷ്ഠതയും അതിന്റെ പ്രതിഫലവും എല്ലാം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, നിങ്ങൾ മുട്ടിലെഴിഞ്ഞിട്ടാണെങ്കിലും ആ രണ്ട് നിസ്കാരങ്ങൾക്ക് ജമാഅത്തിന് വേണ്ടി പങ്കെടുക്കാൻ വരുമായിരുന്നു. വഇന്ന സ്വഫൽ അവ്വല അലാ മിസ്ലി സ്വഫിൽ മലായിക, നിസ്കാരത്തിന്റെ ഒന്നാമത്തെ സ്വഫ് എന്ന് പറഞ്ഞാൽ മലക്കുകളുടെ സ്വഫ് പോലെയാണ്. വലൗ അലിംതും മാ ഫീ ഫളീലതിഹി ലബ്തദർതുമൂഹ്, ആ ഒന്നാമത്തെ സ്വഫിന്റെ ശ്രേഷ്ഠതകൾ എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നിങ്ങൾ അതിലേക്ക് വളരെയധികം മുന്നിടുമായിരുന്നു. وإن الصلاة الرجل مع الرجل أزكى من صلاته وحده, ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹു നന്നായിട്ടുള്ളത്, ഉത്തമമായിട്ടുള്ളത് അവൻ മറ്റൊരാളോടൊപ്പം ജമാഅത്തായിട്ട് നിസ്കരിക്കലാണ്. അഥവാ ഒരാൾ ഇമാമെന്ന് മഅ്മൂമായി നിസ്കരിക്കലാണ് ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമായിട്ടുള്ളത്. വസലാത്തുഹു മഅ റജുലൈൻ അസ്കാ മിൻ സലാത്തിഹി മഅ റജുൽ, ഒരാളോടൊപ്പം നിസ്കരിക്കുന്നതിനേക്കാൾ നല്ലത് രണ്ടാളുകളായിട്ട് നിസ്കരിക്കലാണ്. അഥവാ രണ്ടാളുകൾ മുഅ്മിനീങ്ങളായിട്ട് എണ്ണം കൂടുന്നതാണ്. വകുല്ലമാ കസുറ ഫഹുവ അഹബ്ബു ഇലല്ലാഹി അസ്സ വജൽ, എത്രത്തോളമാണോ ആളുകൾ കൂടുന്നത് അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് അത് അത്രത്തോളം ഇഷ്ടമുള്ളതാണ്. അതായത് ജമാഅത്തിൽ ഒരു ജമാഅത്താവാൻ കുറഞ്ഞത് രണ്ടാളെങ്കിലും മതിയാവും, അല്ലെങ്കിൽ മൂന്ന്. എന്നാൽ അതിലെത്ര ആളുകൾ കൂടുന്നുവോ, ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ ആളുകൾ എത്ര കൂടുന്നുവോ അത്രത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് ആ ജമാഅത്ത്, നിസ്കാരം അതുപോലെ തന്നെ അത് ഇഷ്ടമുള്ളതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ ചോദിക്കുന്നുണ്ട് ഫജ്റിന് ശേഷം ആരൊക്കെ ഇന്നാൾ വന്നോ എന്നുള്ളത്. അത് ആ ഒരു രീതിയെ പറഞ്ഞുകൊണ്ട് ഉലമാക്കൾ പറയാറുണ്ട്, ഒരു നാട്ടിൽ സ്ഥിരമായിട്ടൊരു മസ്ജിദിൽ സ്ഥിരമായൊരു ഇമാമാണ് ഉള്ളത് എങ്കിൽ ആ ഇമാമ് ഏതെങ്കിലും ആ നാട്ടിലെ വ്യക്തിയെ കാണുന്നില്ല എങ്കിൽ നിസ്കാരത്തിനുണ്ടായിരുന്നോ എന്ന് ചോദിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. രണ്ട് ഗുണങ്ങളാണ് അതുകൊണ്ടുള്ളത്. ഒന്ന്, നിസ്കാരത്തിന് എന്തെങ്കിലും കാരണത്താൽ മടി കാണിക്കുന്ന ഒരാളാണെങ്കിൽ ഇമാമിന്റെ ഈ ചോദ്യമുണ്ടാകും എന്നതുകൊണ്ടെങ്കിലും നിസ്കാരത്തിലേക്ക് കൂടുതൽ ജമാഅത്തിലേക്ക് വരാൻ കൂടുതൽ പ്രേരണയേകുന്ന ഒരു കാര്യമാകും. രണ്ട്, ആ നാട്ടിലുള്ള ആ മസ്ജിദിലേക്ക് വരുന്ന വ്യക്തി അയാൾക്ക് രോഗം വല്ലതും ബാധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയാനും കാരണമാകുന്നതാണ്. അപ്പോൾ ഒരു നാട്ടിൽ സ്ഥിരമായിട്ടൊരു ഇമാമാണുള്ളത് എങ്കിൽ ആ ഇമാം ഇങ്ങനെ ആരെങ്കിലും പങ്കെടുക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അവരെ കുറിച്ച് ചോദിക്കുക എന്നുള്ളത് നല്ല കാര്യമായിട്ട് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ ഉലമാക്കൾ പറയാറുണ്ട്. അതുപോലെ ഈ ഹദീസിൽ വന്നിട്ടുള്ള മറ്റൊരു കാര്യം, മുനാഫിഖീങ്ങളുടെ മേലെ ഏറ്റവും അധികം ബുദ്ധിമുട്ടുള്ള രണ്ട് നിസ്കാരങ്ങളാണ് ഇശാഉം ഫജ്റും എന്നുള്ളത്. വളരെയധികം ശ്രേഷ്ഠതകളുള്ള നിസ്കാരവുമാണ്. അതുപോലെ തന്നെ പ്രത്യേകിച്ച് വേറെ ഒരു തിരക്കിലും അകപ്പെട്ടു പോകാതെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന, വേറെ കച്ചവടമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളിലൊന്നും
പെട്ടുപോകാതെ ജമാഅത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്ന രണ്ട് നിസ്കാരങ്ങളാണ് ഇശാവും ഫജ്റും എന്നുള്ളത്. അത് ഒരാൾക്ക് നഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ അവന്റെ നിഫാഖിന്റെ അടയാളമായിട്ടാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക. മറ്റൊന്ന് ഈ ഹദീസിലുള്ളത് ഒന്നാമത്തെ സ്വഫിന്റെ ഫദ്ലാണ്. ഒന്നാമത്തെ സ്വഫിന്റെ ഫദ്ൽ എന്ന് പറഞ്ഞാൽ അതൊരു മലക്കുകളുടെ സ്വഫ് പോലെയാണെന്നാണ്. കാരണം അത്രയും അധികം ശ്രേഷ്ഠതയുള്ളതാണ് ആ ഒന്നാമത്തെ സ്വഫ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പറഞ്ഞ ജമാഅത്തിന് ആളുകൾ എണ്ണം കൂടുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യമാണ്. മറ്റൊരു ഹദീസ് ഈ ഫസ്ലിലുള്ളത് وعن خباث بن أشيم الليثي رضي الله عنه قال قال رسول الله صلى الله عليه وسلم നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു صلاة الرجلين يؤم أحدهما صاحبه أزكى عند الله من صلاة أربعة تترى. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് 4 ആളുകൾ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ ഇഷ്ടമുള്ളത് 2 ആളുകൾ, ഒരാൾ ഇമാമും മറ്റൊരാൾ മഅ്മൂമായി നിസ്കരിക്കുന്ന ആ ഒരു ജമാഅത്തായിക്കൊണ്ടുള്ള നിസ്കാരമാണ് 4 ആളുകൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടമുള്ളത്. വസലാത്തു അർബഅത്തിൻ അസ്ക, ഇഷ്ടമുള്ളതെന്നല്ല അള്ളാഹുവിന്റെ അടുക്കൽ അസ്ക ഉത്തമമായിട്ടുള്ളത് എന്നാവശ്യം. വസലാത്തു അർബഅത്തിൻ അസ്ക ഇൻദല്ലാഹി മിൻ സ്വലാത്തി 8 തത്റ. 4 ആളുകൾ അവർ ഒരുമിച്ച് ഇതുപോലെ ഒരു ഇമാമും മഅ്മൂമിങ്ങളായി നിന്ന് നിസ്കരിക്കലാണ് 8 ആളുകൾ ഒറ്റക്കൊറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത്. വസലാത്തു 8 യഉമ്മുഹും അഹദുഹും അസ്ക ഇൻദല്ലാഹി മിൻ സ്വലാത്തി 100 തത്റ. 100 ആളുകൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ അള്ളാഹുവിന്റെ അടുക്കൽ ഉത്തമമായിട്ടുള്ളത് 8 ആളുകൾ അവർ ഒരാൾ ഇമാമായി നിന്ന് ബാക്കിയുള്ള ആളുകൾ മഅ്മൂമിങ്ങളായി നിന്ന് ജമാഅത്തായി നിസ്കരിക്കലാണ്. അപ്പോൾ ജമാഅത്തിന് എത്രത്തോളം ആളുകൾ കൂടുന്നുവോ അത് എത്രത്തോളം ഖൈറാണ്, അള്ളാഹുവിന്റെ അടുക്കൽ ഇഷ്ടമുള്ളതാണ് എന്ന് കഴിഞ്ഞ ഹദീസിൽ പറഞ്ഞു. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ അടുക്കൽ അസ്ക ആയിട്ടുള്ള ഉത്തമമായിട്ടുള്ള വളരെയധികം ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.